പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്ന വാർത്ത പ്രചരിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിനകത്തുള്ള ഒരു കോഫി ഷോപ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ എക്സ് പേജിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പിന്നെയും പല വീഡിയോകളും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോ വന്നിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗികമായ ട്വിറ്റർ പേജിൽ നിന്നാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം കോഫി ഷോപ്പിൽ വരുന്നു, എന്നിട്ട് ഞാൻ മരണപ്പെട്ടിട്ടില്ല, എനിക്ക് 6 വിരലുകളല്ല 5 വിരൽ തന്നെയാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഈ വീഡിയോ വന്നപ്പോൾ ആളുകൾക്ക് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നല്ല ബോധ്യപ്പെട്ടത്, ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽപ്പില്ല എന്നതാണ് കൂടുതൽ ബലപ്പെട്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിന് താഴെ തന്നെ ഇതിൽ വന്ന ഒരു അപകടം, ഇതൊരു AI വീഡിയോ ആണ് എന്ന് വ്യക്തമാക്കുന്നതിന്റെ ചില ചിത്രങ്ങൾ, ചില ഭാഗങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ട്, ഗുരുത്വാകർഷണ ബലമുണ്ട്. പക്ഷെ നെതന്യാഹു കുടിക്കുന്ന ടീക്ക് മാത്രം അതെങ്ങനെ ബാധകമല്ലാതിരിക്കുക, കോഫിക്ക് മാത്രം ബാധകമല്ലാതിരിക്കുക? നോക്കൂ നിങ്ങൾ, ഈ ഒരു വീഡിയോയിൽ അത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇതാ പുറത്തേക്ക് വരുന്നു, ഗ്ലാസ്സിലുള്ള ഈ കോഫി എടുക്കുന്ന സമയത്ത് പുറത്തേക്ക് നിൽക്കുന്നു, പക്ഷെ അത് താഴോട്ട് ഒഴുകുന്നില്ല. ഇതൊരു അത്ഭുതം തന്നെയാണ്. സാധാരണ നമ്മൾ പഠിച്ച ഗ്രാവിറ്റി അനുസരിച്ച് വെള്ളം പുറത്തങ്ങനെ തള്ളി നിൽക്കുകയില്ല, അത് താഴോട്ട് പോകും. എന്നാൽ നെതന്യാഹുവിന്റെ കപ്പിന് ഇപ്പോൾ പ്രകൃതി നിയമങ്ങളെല്ലാം ഭേദിച്ച പുതിയ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ അത്ഭുതകരമായ കാര്യം. ആലോചിക്കേണ്ട കാര്യം, അദ്ദേഹം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത് പല സൈനിക നേതൃത്വവുമായി നടന്ന മീറ്റിങ്ങുകളിൽ അതിൻ്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ നെതന്യാഹുവിനെ കാണാനില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ വെച്ചായിരുന്നു ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തേണ്ടത്. ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം മാത്രം വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർ മിനിസ്ട്രിയിൽ നടക്കുന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്ത് അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നാൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടില്ല എന്നായല്ലോ. ഇപ്പോൾ നിലവിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മതി. എന്നാൽ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളും വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടം തട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളിലോ മറ്റോ ചികിത്സയിലായിരിക്കുമെന്ന്. പക്ഷെ ഈ വീഡിയോ വന്നതോടുകൂടെ ആ ചിന്തിക്കുന്ന ആളുകളുടെ ചിന്തയും മാറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഔദ്യോഗിക തലങ്ങളിൽ കാണുന്നില്ല. AI വീഡിയോകളിൽ മാത്രമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മുന്നിലും സംശയം ഇപ്പോൾ കൂടുതലായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു സൈനിക ഉദ്യോഗസ്ഥരില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്ന സാധാരണ പതിവിലുണ്ടാകുന്ന സൈനിക ഉദ്യോഗസ്ഥരോ മറ്റോ ഒന്നുമില്ല. ഏതോ ഒരു കോഫി ഷോപ്പിൽ കയറി ഇങ്ങനെ ചായ കുടിക്കുന്ന ഫോട്ടോ വിടുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഈ യുദ്ധ സാഹചര്യത്തിൽ മാത്രമല്ല, നെതന്യാഹുവിനെതിരെ ഇസ്രയേലിനകത്ത് തന്നെ ധാരാളം എതിർപ്പുകൾ ഇപ്പോൾ നിലവിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ ഇങ്ങനെ കോഫി ഷോപ്പിൽ കയറി കോഫിയും കുടിച്ച് ഇറങ്ങിപ്പോയി തമാശ പറയാന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ തമാശകളും ചില ദുരൂഹതകളും ബാക്കി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ യാഇർ നെതന്യാഹുവിന്റെ പേജിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ അദ്ദേഹം അവസാനം പോസ്റ്റ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. യാഇർ നെതന്യാഹു അവസാനമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് 9-നാണ്. യഥാർത്ഥത്തിൽ ഇറാനിൽ മുജ്തബ ഖാംനഈ അധികാരമേൽക്കുന്നത് മാർച്ച് 9-നാണ് ഔദ്യോഗികമായി ഇറാൻ പുറത്തുവിടുന്നത്. അന്ന് തന്നെയാണ് ഇസ്രയേലിനെതിരെ ഈ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മാർച്ച് 9-നാണ് യാഇർ അവസാനമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു പോസ്റ്റും അദ്ദേഹത്തിന്റെ പേജിൽ കാണാൻ സാധ്യമല്ല. മാത്രമല്ല, എന്നാൽ ഈ 9-ന് മുമ്പ് നമ്മൾ ഇതിൽ പരിശോധിക്കുകയാണെങ്കിൽ നിരന്തരമായി ഓരോ ദിവസം, ഇത് മാർച്ച് 9-നാണ് അവസാനം വന്ന പോസ്റ്റാണ്. മാർച്ച് 9-നാണ് ഈ പോസ്റ്റ് വിട്ടിട്ടുള്ളത്. അങ്ങനെ മാർച്ച് 9-ന് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. മാർച്ച് 8-ന് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെല്ലാം ധാരാളം പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ എക്സിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ. പക്ഷെ 9-ന് ശേഷം ഒരു പോസ്റ്റും വന്നിട്ടില്ല എന്നതും ഇതിലേക്ക് സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളാണ് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ രാഷ്ട്രത്തിന് വേണ്ടി മരണം വരിച്ചു എന്ന് പറയുന്നത് ഇറാനികൾക്ക് യഥാർത്ഥത്തിൽ അഭിമാനമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെല്ലാം പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ആളുകളുണ്ട്. അത് ഈ രാഷ്ട്രത്തിന് അഭിമാനമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സമൂഹത്തിന് മുന്നിൽ പറയുക എന്നതാണ് യഥാർത്ഥത്തിൽ ധീരത. പക്ഷെ അതൊരു അപമാനമായി കാണുന്ന ആളുകൾക്ക്
ആ രാഷ്ട്രത്തോട് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇത് കൂടുതൽ കാലമൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി ധാരാളം വീഡിയോകൾ പുറത്തുവിടുമ്പോൾ ആ വീഡിയോകളൊക്കെ ഫേക്ക് ആകുന്നു അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് ലോകത്തിന് ഇപ്പോൾ സംശയം കൂടുതലായിരിക്കുകയാണ്.